എൻ്റെ പേര് ഹിരൺ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലൂടെയുള്ള യാത്ര. എല്ലാവർക്കും നമ്മുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്ത്യയുടെ പരമോന്നത കോടതി അല്ലെങ്കിൽ പരമോന്നത നീതിപീഠം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, സംരക്ഷകൻ, വാച്ച് ഡോഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. 1950 ജനുവരി 28 എന്ത് നിലവിൽ വരുന്നത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 124 പ്രകാരമാണ് ഇന്ത്യക്കൊരു സുപ്രീം കോടതി വേണമെന്നുള്ള വ്യവസ്ഥ ചെയ്യുന്നത്. ഏത് ആർട്ടിക്കിളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ആർട്ടിക്കിൾ 124. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ പിൻകോഡ് ഏതാണ്? സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ന് പറയുന്നത് 110001 ആണ് സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്ന് അറിയപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 8 പേരാണ്. എത്ര പേരായിരുന്നു? 8 പേരാണ് സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വരാവുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യം, ഒരു ജഡ്ജി ആവാൻ എന്താണ് യോഗ്യത എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം. ഹൈക്കോടതി ജഡ്ജിയായിട്ട് എത്ര വർഷത്തെ പരിചയം വേണം? 5 വർഷത്തെ പരിചയം വേണം. അല്ലെങ്കിൽ പിന്നെന്താണ്? ഹൈക്കോടതിയിൽ അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം വേണം. 10 വർഷത്തെ പരിചയം വേണം. ഇതും അല്ലെങ്കിൽ എന്താണ്? പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനായിരിക്കും. ഇതാണ് എന്താണ് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്തായിരിക്കും? ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ദ യൂണിവേഴ്സൽ ലോ, ഇന്ത്യൻ പൗരനായിരിക്കണം. എന്തായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത എന്താണ്? ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി 10 വർഷത്തെ പരിചയം വേണം. 10 വർഷത്തെ പരിചയം വേണം. അല്ലെങ്കിൽ എന്താണ്? ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എത്ര വർഷത്തെ പരിചയം വേണം? 10 വർഷത്തെ പരിചയം വേണം. ഇതാണ് എന്താവാനുള്ള യോഗ്യത? ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത. സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. സുപ്രീം കോടതിമാരുടെ ജഡ്ജിമാരുടെ എണ്ണം ആരാണ് നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർലമെൻറ്റാണ്. ആരാണ് നിശ്ചയിക്കുന്നത്? പാർലമെൻറ്റ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ് ചോദിച്ചാൽ അതും രാഷ്ട്രപതിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രപതി നിയമിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരാളുടെ മുന്നിലാണ്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നതും ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഓക്കെ. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്ക് പറയുന്ന പേരെന്താണ്? ഇംപീച്ച്മെൻ്റ് എന്നാണ് ആ നടപടിക്ക് പറയുന്ന പേര്. അതുപോലെ തന്നെ എന്താണ്? സുപ്രീം കോടതി ജഡ്ജിമാരെ അപ്പോൾ എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അല്ലെങ്കിൽ എന്താണ്? അപ്രാപ്തി. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുക? ഇംപീച്ച് ചെയ്യുക. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാൻ പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണമെന്ന് ചോദിച്ചാൽ
100 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇനി രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണമെന്ന് ചോദിച്ചാൽ 50 അംഗങ്ങളുടെ പിന്തുണ വേണം. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നത് 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. എത്രയാണ്? 2/3, 3ൻ്റെ 2 ഭാഗം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ടത് 1993. അതുപോലെ തന്നെ ലോകസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയമായ ആദ്യ ജഡ്ജി എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം എന്താണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. എന്നാൽ രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ജഡ്ജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ജസ്റ്റിസ് സൗമിത്ര സെൻ ആണ്. ജസ്റ്റിസ് സൗമിത്ര സെൻ. അത് 2011 എന്തിന് വിധേയനായത്? രാജ്യസഭയിൽ എന്തിന് വിധേയനായ? ഇംപീച്ച്മെൻറ്റിന് വിധേയനായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 65 വയസ്സാണ്. എത്രയാണ്? 65 വയസ്സാണ് എന്ത് എന്ന് പറയുന്നത്? വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശമ്പളം എന്ന് പറയുന്നത്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 രൂപയാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2,80,000 രൂപയും സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് ഏതാണ്? 2,50,000 രൂപയും. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെയും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഒക്കെ ശമ്പളം ഏത് ഫണ്ടിൽ നിന്നാണ് വിലയിരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി അല്ല. ഇതെന്താണൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണലിൽ എന്താണ് ഇതിനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം, ചിലപ്പോൾ രാഷ്ട്രപതി ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആയിരിക്കും എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുക. അദ്ദേഹം ഇല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ്, അങ്ങനെ എന്താണ് ഓരോരുത്തരില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യാൻ എന്താണ് മറ്റൊരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ഏക ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. ആരാണ്? ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അതുപോലെ തന്നെ നമ്മളറിയാം, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്, മലയാളികളാണ്. അങ്ങനെയെങ്കിൽ വരാവുന്ന അടുത്ത ചോദ്യം, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റിസ് പി ഗോവിന്ദ മേനോനാണ്. ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ചോദ്യം വരാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അപ്പോൾ ഗോവിന്ദ മേനോൻ ആരായിരുന്നു? സുപ്രീം കോടതി ജഡ്ജിയും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും. ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം KN സിംഗ് ആണ്.
KN സിംഗ്. ഏകദേശം 17 ദിവസം മാത്രമേ അദ്ദേഹം എന്തിലുണ്ടായിരുന്നുള്ളൂ, ആ പദവിയിലുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയത് ജസ്റ്റിസ് YB ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് YB ചന്ദ്രചൂഡ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമുക്ക് സുപ്രീം കോടതിയെക്കുറിച്ച് എന്താണ് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് കൃത്യമായി നോട്ടുണ്ടാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓരോ മത്സര പരീക്ഷകൾക്കും എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.